നല്ല നല്ല ചിരിക്കാനുള്ള അതേപോലെ തന്നെ ഇമോഷൻസ് ഉള്ള പടമാണ്. നാദൃശിക്കയുടെ പടം പോലെ തന്നെ ഭയങ്കര വൈബായിട്ടുള്ള ബട്ട് സ്റ്റിൽ നിറയെ എലമെൻറ്റ്സ് ഉള്ള പടമാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകണം. വിഷ്ണുചേട്ടനൊക്കെ വൈബാണ്. അവരുടെ കോംബോ ഒക്കെ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. പൂക്കല നത്തിൻ്റെയൊക്കെ കോംബോ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. തിയേറ്ററിൽ ചിരിക്കുന്നത് നമുക്ക് കാണാം. ഭയങ്കര സന്തോഷം തോന്നുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം. എനിക്ക് അതാണ് കേൾക്കേണ്ടത്. നമ്മളെന്ത് ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് എന്ത് കേൾക്കാൻ ആഗ്രഹിച്ചോ ആ റിസൾട്ട് കേൾക്കുമ്പോൾ, കാരണം എൻ്റെ ആദ്യത്തെ സിനിമ കിട്ടിയൊരു അതേ ഫീൽ തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. അല്ല, എനിക്ക് പറയാനായിട്ടുള്ള ഇതല്ലല്ലോ, അത് പ്രേക്ഷകർ പറയണം. ഒരുപാട് സന്തോഷം, കാരണം എല്ലാവരോടും, കാരണം ഈ സിനിമ സക്സസ് ആവണം എന്നുള്ളത് ഞങ്ങളുടെ ഈ ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥന ആഗ്രഹമാണ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക, തിയേറ്ററിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ സന്തോഷിക്കുന്നു, അത് ഗംഭീരമാണെന്ന് പറയുമ്പോൾ കിട്ടുന്നത് സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു എല്ലാവരോടും, പ്രേക്ഷകരോടും എല്ലാവരോടും നന്ദിയുണ്ട്. പുതിയ റൈറ്റർ ആകാശ്, എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം, വിജയിപ്പിക്കണം. ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. വേറൊരു ലെവലിലായിരുന്നു. പിന്നെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ, എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തത് നല്ലതാണ്. പക്ഷെ സിനിമയിൽ ഞാൻ ഇങ്ങനൊരു മുഴുതിയുള്ള ക്യാരക്ടർ ചെയ്യുന്നത് ഇതിപ്പോൾ ഫസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അതായത് നല്ലപോലെ സ്ക്രീൻ സ്പേസ് ഉള്ളൊരു ക്യാരക്ടർ. എന്തായാലും മോശമാണെന്ന് ആരും പറഞ്ഞില്ല. അത് തന്നെ ഭയങ്കര സന്തോഷം. നിങ്ങളും എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു പടമാണ് ശരിക്കും. നാദൃശ ചെയ്ത പടങ്ങളിൽ വെച്ച് ഇതൊരു കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ പോലത്തെ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ടോട്ടലി കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അത് നാദൃശ തന്നെ പറയുന്നുണ്ട്, ഞാൻ ചെയ്ത പടങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. മൊത്തത്തിൽ ആകെ എല്ലാവരും ഇതിനകത്ത് ആരെയും ചെറിയൊരു വേഷത്തിൽ വന്ന ആൾക്കാർ വരുമ്പോൾ തന്നെ ആ മോഹം കണ്ടില്ല. എല്ലാവർക്കും സ്പേസ് ഉള്ള ഒരു പടവും കൂടിയാണ്. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ധൈര്യമായിട്ട് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് തരുന്ന ഒരു സിനിമയാണ് ഒരു മാജിക് ഓഫ് നാദൃശ. ഇത് പിന്നെ റെയർ റാബിറ്റ് കോമഡിയാണ് അതോ ഫാമിലി ഒരു എന്താ പറയുക, നമുക്ക് നാദൃശിക്ക നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹിറ്റുകളിൽ പുതിയൊരു ഹിറ്റും കൂടെ 2026 നമുക്ക് തന്നിരിക്കുക. എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു കോക്ടെയിലാണ് ഈ ഒരു മാജിക് മഷ്റൂം എന്ന് പറയുന്നത്. വലിയ ആക്ടിങ് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ട പുതുമുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടി രസമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പഴയ മീര ജാസ്മിനെയൊക്കെ ഓർക്കുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറാണ് എനിക്ക് തോന്നിയത്. ഓൾ ദി വെരി ബെസ്റ്റ് മഷ്റൂം.